ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2015 ഇറങ്ങിയ ജർമ്മൻ മൂവിയായ ഹെയ്തി എന്ന മൂവിയെക്കുറിച്ചാണ്. മനസ്സ് എത്ര വിഷമിച്ചിരിക്കുന്നവരാണേലും കണ്ടു കഴിയുമ്പം മനസ്സിന് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവിയാണിത്. മൂവി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്നത് വലിയൊരു മലയുടെ മുകളിൽ നിന്ന് ആകാശത്തോട്ട് നോക്കി നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. ആ കുട്ടിയുടെ പേരാണ് ഹെയ്തി. ഹെയ്തിയാണ് ഈ മൂവിയുടെ ഹീറോയിൻ. ഹെയ്തിക്ക് 5 വയസ്സാണുള്ളത്. ഹെയ്തിയുടെ അച്ഛനും അമ്മയും എല്ലാം മരിച്ചുപോയി. ഹെയ്തി ഇപ്പോൾ ഉള്ളത് ഹെയ്തിയുടെ ആൻറ്റിയുടെ കൂടെയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹെയ്തിയുടെ ആൻറ്റി വന്ന് പെട്ടെന്ന് ഹെയ്തിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഹെയ്തിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിക്കും, എവിടേക്കാണ് നീ ഇവളെ കൊണ്ടുപോകുന്നത്? അപ്പോൾ ആൻറ്റി പറയും, ഇവളെ നോക്കാൻ ഇനി എനിക്ക് പറ്റില്ല, ഇവൾക്ക് 5 വയസ്സായി, എനിക്ക് സിറ്റി ജോലി കിട്ടി, എനിക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് ആൽഫ മലയിലുള്ള ഇവളുടെ മുത്തച്ഛൻ്റെ അടുത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആൻറ്റി അവളെയും കൊണ്ട് ആൽഫ മലയിലെത്തും. അവിടെ എത്തുമ്പം മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മുത്തച്ഛൻ, പുള്ളിയെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ദേഷ്യക്കാരനാണെന്ന്. അങ്ങനെ ആ മുത്തച്ഛനോട് ആൻറ്റി പറയും, ഇതാണ് ഹെയ്തി, നിങ്ങളുടെ കൊച്ചുമോളാണ്, എനിക്ക് സിറ്റി ജോലി കിട്ടി, അതുകൊണ്ട് നിങ്ങൾ വേണം ഇനി അവളെ നോക്കാൻ. അപ്പോൾ അയാൾ പറയും, എനിക്കൊന്നും ആരെയും നോക്കാൻ വയ്യ എന്ന് ദേഷ്യത്തോടെ പറയും. ആൻറ്റി ഉടനെ ഹെയ്തിയോട് പറയും, ഇതാണ് നിൻ്റെ വീട്, ഇവിടെ വേണം നീ ഇനി താമസിക്കാൻ എന്ന് പറഞ്ഞ് ഹെയ്തി അവിടെ വിട്ടിട്ട് അവരങ്ങ് പോകും. എന്നാൽ മുത്തച്ഛനാകട്ടെ ഇവളെയും കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഉറക്കെ അവരെ പുറകെ പോകും. എന്നാൽ അവരാകട്ടെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ ഒറ്റ പോക്കങ്ങ് പോകും. ഇത് കണ്ട ഉടനെ നമ്മുടെ മുത്തച്ഛൻ ഓടിച്ചെന്ന് വീടിൻ്റെ വാതിലടച്ച് ഉള്ളിൽ കയറിയിരിക്കും. എന്നാൽ ഹെയ്തി ആകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പേടിച്ച് കുറേ നേരം ആ വാതിലിൻ്റെ അടുത്ത് നിന്നിട്ട് പിന്നെ അവിടെ അടുത്തുള്ള ആട്ടിൻ്റെ കൂട്ടിലേക്ക് പോകും. രാത്രി മുഴുവൻ ഹെയ്തി ആ ആട്ടിൻ്റെ കൂട്ടിൽ കിടന്നുറങ്ങും. പിറ്റേ ദിവസം ആട്ടിൻ്റെ കൂട്ടിലേക്ക് പാൽ കറക്കാൻ വരുന്ന മുത്തച്ഛൻ അവളെ കാണും. എന്നിട്ട് ആദ്യം കറന്നെടുത്ത ആ ചൂടുപാൽ ഹെയ്തിക്ക് കുടിക്കാൻ കൊടുക്കും. എന്നിട്ട് ആ മുത്തച്ഛൻ നമ്മുടെ ഹെയ്തിയോട് പറയും, ഉടനെ തന്നെ നമുക്കൊരു സ്ഥലം വരെ പോകണം. എന്നിട്ട് മുത്തച്ഛൻ ഹെയ്തിയെ കൊണ്ട് ഒരു ഫാദറിൻ്റെ അടുത്തേക്ക് പോകും. ഫാദർ അവളെ നല്ലവണ്ണം പരിശോധിക്കും. എന്നിട്ട് പറയും, ഇവൾ ഹെൽത്തിയാണ്, ഇവൾക്ക് യാതൊരു അസുഖങ്ങളും ഇല്ല. സത്യത്തിൽ ഹെയ്തിയെ അയാൾ അവിടെ കൊണ്ടുവന്നത് അവിടുത്തെ ഓർഫനേജിൽ ചേർക്കാനാണ്. എന്നാൽ ആ ഫാദർ പറയും, 3-4 ദിവസം ഞാൻ ഇവിടെ സ്ഥലത്തുണ്ടാകില്ല, അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി ഇവളെ നിങ്ങൾ നോക്കിയേ പറ്റൂ. ഉടനെ തന്നെ മുത്തച്ഛൻ ഹെയ്തിയും കൂട്ടി വീട്ടിലേക്ക് വരും. ഹെയ്തിക്ക് മുത്തച്ഛൻ്റെ കൂടെ വീട്ടിനുള്ളിലേക്ക് കയറണമെന്നുണ്ടായിരുന്നു. ഹെയ്തി അങ്ങനെ മുത്തച്ഛനോട് ചോദിക്കും, ഞാൻ വീടിനുള്ളിൽ കയറിക്കോട്ടെ എന്ന്. മനസ്സില്ലാ മനസ്സോടെ മുത്തച്ഛൻ കയറിക്കൊള്ളാൻ പറയും. എന്നിട്ട് ഹെയ്തിക്ക് കഴിക്കാൻ ഫുഡൊക്കെ കൊടുക്കും. എന്നാൽ അവിടെ ഇരിക്കാൻ ആകെ ഒരു ചെയർ മാത്രമേ ഉള്ളായിരുന്നു. ഹെയ്തി ഫുഡ് കഴിച്ചിട്ട് ഉടനെ തന്നെ വീടിൻ്റെ മച്ചിൻ്റെ മുകളിൽ കയറും. എന്നിട്ട് മുത്തച്ഛനോട് പറയും, എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു, ഞാനിവിടെ കിടന്നോളാം. അയാളത് സമ്മതിക്കും. പിന്നീട് അടുത്ത ദിവസം ഹെയ്തി ഉറക്കമണിയിട്ട് ജനലിലൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരുപാട് ആട്ടിൻകൂട്ടുകളെയും കൊണ്ട് ഒരു പയ്യൻ വരുന്നതാണ്. ഹെയ്തിക്ക് ആടുകളെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടതും ഹെയ്തി ഇറങ്ങി അതിൻ്റെ അടുത്തേക്ക് ഓടും. ഇത് കണ്ട മുത്തച്ഛൻ പറയും, നീ ആ പാല് കുടിച്ചിട്ട് പൊയ്ക്കോ എന്ന്. അപ്പോഴേക്കും ആ പയ്യൻ വീടിൻ്റെ അടുത്തേക്ക് വരും. അവൻ്റെ പേരാണ് പീറ്റർ. അവനൊരു ആട്ടിടയനാണ്. ആടുകളെ മേയ്ക്കുന്നതാണ് അവൻ്റെ ജോലി. അങ്ങനെ പീറ്ററിനോട് മുത്തച്ഛൻ പറയും, ഇതെൻ്റെ കൊച്ചുമോളാണ്, നീ ഇന്ന് ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ ഇവളെയും കൊണ്ട് പോകണം, ഇവളും ഇതൊക്കെ പഠിക്കട്ടെ എന്ന്. എന്നിട്ട് കുറച്ച് ഫുഡ് എടുത്ത് ബാഗിലാക്കി ഹെയ്തിക്ക് കൊടുക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മുത്തച്ഛന് ഹെയ്തിയോട് ചെറിയൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയെന്ന്. അങ്ങനെ അവർ ആടുകളെയും കൂട്ടി പോകും. ഹെയ്തിക്കാകട്ടെ മലകളെയും ആടുകളെയും ഒക്കെ കണ്ടപ്പം ഒരുപാട് സന്തോഷമായി. ഹെയ്തി അവിടെ എല്ലാം ഓടിച്ചാടി നടക്കും. ആ സമയം നമ്മുടെ പീറ്റർ ഹെയ്തിക്ക് മുത്തച്ഛൻ കൊടുത്ത ഫുഡ് കുറച്ച് മോഷ്ടിച്ച് കഴിക്കും. ഹെയ്തി ഇത് കാണും. അപ്പോഴേക്കും അവിടെ 2 ആടുകൾ തമ്മിൽ അടി കൂടും. ഇത് കണ്ട പീറ്റർ അവരെ രണ്ടിനെയും നല്ല അടി കൊടുക്കും. ഇത് കണ്ട ഹെയ്തി ഓടി വന്ന് അവരെ അടിക്കരുതെന്ന് പറഞ്ഞ് പീറ്ററിനെ പിടിച്ചു മാറ്റും. അവരെ അടിക്കാതെ ഇരുന്നാൽ നിനക്ക് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാൻ തരാമെന്ന് ഹെയ്തി പറയും. അതിനുശേഷം പീറ്റർ പറയും, നീ എങ്ങനെയാണ് ഈ മുത്തച്ഛൻ്റെ കൂടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? എല്ലാവരും പറയുന്നത് അയാളൊരു കൊലപാതകയാണെന്നാണ്, അയാൾ ആരെ കൊന്നിട്ടുണ്ട് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഇത് കേട്ടതും ഹെയ്തിക്ക് ചെറിയ പേടി വരും. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി ഹെയ്തി മുത്തച്ഛൻ്റെ മുഖത്ത് നോക്കാനേ പേടിയാകും. ഹെയ്തി ഒന്നും സംസാരിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലാകും. അപ്പോൾ അയാൾ ഹെയ്തിയോട് ചോദിക്കും, നീ എന്നോട് എന്താ മിണ്ടാത്തേ? ആ പീറ്റർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? നാട്ടുകാർക്ക് എന്നെ വിശ്വാസമില്ല, ഇപ്പം നിനക്കും എന്നെ വിശ്വാസമില്ല. ഇത് പറയുന്നത് കേട്ടതും ഹെയ്തി ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിക്കും.
പിന്നീട് അടുത്ത ദിവസം പീറ്ററിനൊപ്പം ആടുകളെയും കൂട്ടി ഹെയ്തി സന്തോഷത്തോടെ ആട് മേയ്ക്കാൻ പോകും. പോയി വരുമ്പം മുത്തച്ഛൻ ഹെയ്തിക്ക് വേണ്ടി ഒരു ചെയർ ഉണ്ടാക്കി വെക്കും. അത് കണ്ടതും ഹെയ്തിക്ക് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ അടുത്ത ദിവസവും അവൾ പീറ്ററിൻ്റെ കൂടെ ആടുകളെ മേയ്ക്കാൻ പോകും. അവർ പുഴയിലൊക്കെ കുളിച്ച് സന്തോഷമായി തിരിച്ചു വരും. തിരിച്ചു വരുന്ന വഴി രണ്ടു പേർക്കും മുത്തച്ഛൻ തല നന്നായി തോർത്തി കൊടുക്കും. അപ്പോഴേക്കും പീറ്റർ പറയും, ഞാൻ പോകുവാണ്, എനിക്ക് സ്കൂളിൽ പോകണം, ഇനി അടുത്ത അവധിക്കാലത്തെ എനിക്ക് വരാൻ പറ്റുമെന്ന്. ഇതും പറഞ്ഞ് പീറ്റർ പോകും. ഇത് കേട്ടതും ഹെയ്തിക്ക് ഒരുപാട് വിഷമാകും. പിന്നീട് കാണിക്കുന്നത് മുത്തച്ഛൻ ഹെയ്തിയും കൂട്ടി മലയുടെ താഴെ ആടിനെ വിൽക്കാൻ വരുന്നതാണ്. അപ്പോഴേക്കും ഹെയ്തിയും മുത്തച്ഛൻ ചേർക്കാൻ കൊണ്ടുവന്ന ഓർഫണേജിലെ ഫാദർ അവിടെ വരും. എന്നിട്ട് അയാൾ പറയും, ഇവളെ ഇങ്ങനെ വളർത്തിയാൽ പോരാ, അവളെ സ്കൂളിൽ വിടണം, അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അത് കേട്ട മുത്തച്ഛൻ പറയും, അവളെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം. ഇതും പറഞ്ഞ് അവളെയും കൂട്ടി വീണ്ടും മലയുടെ മുകളിലേക്ക് വരും. അപ്പോഴേക്കും വിൻ്റർ സീസൺ വരും. ഹെയ്തിക്കാകട്ടെ ആകെ ഏകാന്തത തോന്നും. ഇത് മുത്തച്ഛന് മനസ്സിലാകും. ഉടനെ തന്നെ മുത്തച്ഛൻ മരങ്ങൾ കൊണ്ട് മഞ്ഞിൽ കൂടെ തെന്നി പോകുന്നൊരു വണ്ടി ഉണ്ടാക്കും. ഹെയ്തിക്കത് ഒരുപാട് ഇഷ്ടമാകും. എന്നിട്ട് അവർ അതിൽ കുറേ ദൂരം സഞ്ചരിക്കും. എന്നിട്ട് ഹെയ്തിയും കൊണ്ട് മലയുടെ താഴോട്ട് വരും. അവിടെ വന്നത് ഹെയ്തി നമ്മുടെ പീറ്ററിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതാണ്. അന്നത്തെ ദിവസം ഹെയ്തി പീറ്ററിൻ്റെ വീട്ടിൽ ചിലവഴിക്കും. പീറ്ററിൻ്റെ വീട്ടിൽ പീറ്ററിൻ്റെ അമ്മയും അമ്മൂമ്മയും ഉണ്ട്. എന്നിട്ട് അയാൾ ഹെയ്തിയും തോളിലാക്കി വീണ്ടും മലമുകളിലെ വീട്ടിലേക്ക് വരും. അപ്പോഴേക്കും വിൻ്റർ സീസൺ കഴിയും. പീറ്റർ പിന്നെയും ആട് മേയ്ക്കാൻ വരും. അതേസമയം നമ്മുടെ ഹെയ്തിയുടെ ആൻറ്റി തിരിച്ചു വരും. എന്നിട്ട് ഹെയ്തി എവിടെയെന്ന് ചോദിക്കും. അവൾ ആടുകളെ മേയ്ക്കാൻ പോയതാണെന്ന് പറയും. അപ്പോൾ ആൻറ്റി അയാളോട് പറയും, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വലിയൊരു പണക്കാരുടെ വീടുണ്ട്, അവിടെയുള്ളവർ ഹെയ്തി ദത്തെടുക്കാൻ തയ്യാറാണ്, ഞാൻ എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്, അവിടെയുള്ള കുട്ടിയുമായി ഹെയ്തിക്ക് പഠിക്കാനും പോകാൻ പറ്റും. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും മുത്തച്ഛൻ ഹെയ്തിയെ വിട്ടു തരില്ല എന്ന് പറയും. നീ അവളെ ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയതല്ലേ, എന്തൊക്കെ പറഞ്ഞാലും അവളെ ഞാൻ വിട്ടു തരില്ല എന്ന് അയാൾ പറയും. എന്നിട്ട് ആൻറ്റി ഹെയ്തി തിരിച്ചു വരുന്നത് നോക്കി അവിടെ ഇരിക്കും. ഹെയ്തി തിരിച്ചു വരുമ്പം ആൻറ്റിയെ കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമാകും. ഉടനെ ഹെയ്തിയോട് പറയും, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന്. അപ്പോൾ ഹെയ്തി പറയും, മുത്തച്ഛനോട് ചോദിച്ചിട്ട് വരാമെന്ന്. ആൻറ്റി പറയും, അതിനൊന്നും സമയമില്ല, നിൻ്റെ മുത്തച്ഛൻ തന്നെയാണ് നിന്നെ കൊണ്ടുപോയിക്കോളാൻ എന്നോട് പറഞ്ഞത്, ട്രെയിന് ടൈമായി എന്നും പറഞ്ഞ് ഹെയ്തിയെ വിളിച്ചുകൊണ്ട് പോകും. കുറച്ച് കഴിഞ്ഞ് പീറ്റർ തിരിച്ചു വരുമ്പം ആൻറ്റി ഹെയ്തിയെ കൊണ്ടുപോയത് മുത്തച്ഛൻ അറിയും. ഇത് കണ്ട മുത്തച്ഛൻ ഹെയ്തി എന്ന് വിളിച്ച് മലയുടെ താഴോട്ട് ഓടി വരും. ആൻറ്റി ഹെയ്തിയും കൊണ്ട് അപ്പോഴേക്കും കടന്നു കളഞ്ഞെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ വളരെ വിഷമത്തോടെ മുത്തച്ഛൻ തിരിച്ചു പോകും. അപ്പോൾ അവിടെയുള്ളവരെല്ലാം അയാളെ നോക്കി ചിരിക്കും. ഈ കുട്ടി ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് എല്ലാവരും പറഞ്ഞു ചിരിക്കും. അങ്ങനെ ഹെയ്തിയെ ആൻറ്റി വലിയൊരു ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകും. ഹെയ്തിയെ അവിടെ കൊണ്ടുവന്നത് അവിടുത്തെ മുതലാളിയുടെ മകളായ ക്ലാര എന്ന കുട്ടിക്ക് ഒരു കൂട്ടിന് വേണ്ടിയാണ്. ക്ലാരയ്ക്ക് നടക്കാൻ കഴിയില്ല. അവളുടെ അമ്മ മരിച്ചു പോയപ്പം ആ ഷോക്കിൽ ക്ലാര നടക്കാൻ കഴിയാതെ ആയതാണ്. ക്ലാരയുടെ അച്ഛൻ ബിസിനസ് കാര്യങ്ങൾക്കായി പുറത്തു പോയേക്കുവാണ്. അങ്ങനെ ക്ലാരയും ഹെയ്തിയും പെട്ടെന്ന് കൂട്ടുകാരാകും. സത്യത്തിൽ ആൻറ്റി ഹെയ്തി അവിടെ വിൽക്കുകയാണ് ചെയ്തത്. ആൻറ്റി അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അപ്പം തന്നെ സ്ഥലം വിടും. അവിടുത്തെ മേയർ വളരെ സ്ട്രിക്റ്റാണ്. അവർ ക്ലാരയുടെ കൂടെ ഹെയ്തിയെയും പഠിപ്പിക്കാൻ അധ്യാപകൻ്റെ അടുത്ത് കൊണ്ടാക്കും. എന്നാൽ അയാൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഹെയ്തിക്ക് ഒരു വാക്ക് പോലും വായിക്കാൻ കഴിയുന്നില്ല. ഇത് കണ്ട അവിടുത്തെ മേയർ അവളെ ഒട്ടും ഇഷ്ടമായില്ല. ഹെയ്തി തൻ്റെ മലയുടെ മുകളിലുള്ള മുത്തച്ഛനുമായുള്ള കഥകളൊക്കെ ക്ലാരയോട് പറയും. ഇത് കേട്ട ക്ലാരയ്ക്കും അവിടേക്ക് പോകാൻ ഒരുപാട് കൊതിയാവും. അങ്ങനെ അവിടുത്തെ ജോലിക്കാരനോട് ഇവിടെ മലകളൊന്നും തന്നെ ഇല്ലേ എന്ന് ചോദിക്കും. അയാൾ പറയും, ഇവിടെ നിന്നാൽ ഒന്നും കാണാൻ കഴിയില്ല, പക്ഷേ അവിടെയുള്ള വലിയൊരു ലൈറ്റ് ഹൗസിന് മുകളിൽ കയറിയാൽ ചിലപ്പോൾ മലകൾ കാണാൻ സാധിച്ചേക്കും എന്ന് അയാൾ പറയും. ഇത് കഴിഞ്ഞ് ബംഗ്ലാവിൽ ആരും കാണാതെ ഹെയ്തി ക്ലാരയും കൊണ്ട് പുറത്തു ചാടും. പോകുന്ന വഴിക്ക് ക്ലാര അവിടുന്ന് കുറച്ച് പൂച്ചക്കുട്ടികളെ വാങ്ങും. അങ്ങനെ ഹെയ്തി ആ ലൈറ്റ് ഹൗസിന് മുകളിലെത്തും. എന്നാൽ അവിടെ നിന്ന് നോക്കിയിട്ട് ഒന്നും തന്നെ കാണാൻ കഴിയില്ല. ഇതേ സമയം ബംഗ്ലാവിൽ നിന്നുള്ള ആൾക്കാർ ഇവരെ കണ്ടുപിടിച്ച് തിരിച്ച് ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടുത്തെ മേയർ ലേഡി അവരെ വഴക്ക് പറയും. ഇതേ സമയം ക്ലാര തന്നെ മടിയിൽ ഒളിപ്പിച്ചിരുന്ന പൂച്ചക്കുട്ടികൾ പുറത്തു ചാടും. ഇത് കണ്ട മേയർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവർക്ക് പൂച്ചകൾ എന്ന് വെച്ചാൽ അലർജിയാണ്. എന്നിട്ട് കഴിക്കാൻ പോകും. ഹെയ്തി കഴിക്കാതിരിക്കുമ്പോൾ മേയർ പറയും, ഇന്ന് നിനക്ക് ഫുഡില്ല, ക്ലാരയെ പുറത്തു കൊണ്ടുപോയതിൻ്റെ ശിക്ഷയായി ഭിത്തിക്ക് നേരെ നീ ഇന്ന് തിരിഞ്ഞു നിൽക്കണമെന്ന് പറയും. ഹെയ്തിക്ക് നല്ല പോലെ വിഷമമാകും. ഹെയ്തി അപ്പം തന്നെ അവളെ ബാഗൊക്കെ എടുത്ത് ക്ലാരയോട് വന്ന് പറയും, ഞാൻ പോകുവാണെന്ന്. എന്നാൽ മേയർ അവളെ തടയാൻ ശ്രമിക്കും.
എന്നാൽ അവൾ പറയും, എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ വയ്യ, ഞാൻ എൻ്റെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുവാണെന്ന് പറയും. ഇതേ സമയം അവളെ ബാഗ് കയ്യിൽ നിന്ന് വീഴും. അതിൽ കുറേ ബണ്ണുണ്ടായിരുന്നു. ഇത് കണ്ട മേയർ പറയും, നീ അപ്പോൾ ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുവാണല്ലേ എന്ന്. അപ്പം ഹെയ്തി പറയും, ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല, ഇതെല്ലാം എൻ്റെ മുത്തച്ഛന് കൊടുക്കാനാണെന്നും. അപ്പോഴേക്കും ക്ലാര അങ്ങോട്ട്, നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല എന്ന് പറയും. നീ എന്നെ വിട്ട് പോകുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ മുറിക്കകത്തേക്ക് പോകും. ഇത് കേട്ട ഹെയ്തിക്ക് ഒരുപാട് വിഷമാകും. അങ്ങനെ ക്ലാരയുടെ വിഷമം കാരണം ഹെയ്തി പോകില്ല. ഹെയ്തി തിരിച്ച് റൂമിലേക്ക് പോകും. അങ്ങനെ പിറ്റേ ദിവസം ഫുഡ് കഴിക്കുക എന്നപ്പം ക്ലാരയെ കാണാതെ ഹെയ്തി ക്ലാര എവിടെയെന്ന് ജോലിക്കാരോട് തിരക്കും. അപ്പം അവർ പറയും, അവൾക്കൊട്ട് സുഖമില്ല, എല്ലാം നീ കാരണമാണ്, നീ ഇന്നലെ അവളുടെ മനസ്സ് നന്നായി വേദനിപ്പിച്ചു, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും. ഹെയ്തി ക്ലാരയെ കാണാൻ റൂമിലേക്ക് പോകും. അപ്പോൾ ക്ലാര പറയും, ഈ ലോകത്ത് എനിക്കുള്ള ഒരേ ഒരു ഫ്രണ്ട് നീയാണ്, നീ എന്നെ ഇട്ട് പോകല്ലേ എന്ന് ക്ലാര ഹെയ്തിയോട് പറയും. ഹെയ്തി പോകില്ല എന്ന് പ്രോമിസ് ചെയ്യും. ഇതേ സമയം ക്ലാരയുടെ അച്ഛൻ തിരിച്ചു വരും. കൂടെ ക്ലാരയുടെ മുത്തശ്ശിയുമുണ്ട്. അങ്ങനെ അവർ വന്ന് ഹെയ്തിയെ പരിചയപ്പെടും. ക്ലാരയുടെ മുത്തശ്ശിക്ക് ഹെയ്തിയെ ഒരുപാട് ഇഷ്ടമാകും. എന്നാൽ ആ മേയറാകട്ടെ ഹെയ്തിയെ പറ്റി ഓരോന്ന് മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും. അപ്പം മുത്തശ്ശി പറയും, അവൾ കൊച്ചുകുട്ടിയല്ലേ, അതൊക്കെ ശരിയായിക്കോളും എന്ന് പറയും. അങ്ങനെ മുത്തശ്ശി ഹെയ്തിയെ കുറേ കഥകൾ പറഞ്ഞു കൊടുക്കും. കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഹെയ്തിക്ക്. ഉടനെ തന്നെ മുത്തശ്ശി കഥ പകുതിക്ക് വെച്ച് നിർത്തും. എന്നിട്ട് പറയും, ഇനി നിനക്ക് കഥ കേൾക്കണമെങ്കിൽ നീ തനിയെ വായിച്ച് പഠിക്കണമെന്ന്. ഹെയ്തിയെ വായിക്കാൻ പഠിപ്പിക്കാനുള്ള മുത്തശ്ശിയുടെ ഒരു അടവായിരുന്നു അത്. അങ്ങനെ ഹെയ്തി കഥ മുഴുവൻ തനിയെ ഇരുന്ന് വായിക്കും. അത് എല്ലാവരുടെ മുന്നിൽ വെച്ച് അത് വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തിലാകും. എന്നാൽ ആ മേയറിന് അതൊട്ടും ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ അവിടെ ഹെയ്തി ഇഷ്ടപ്പെടാത്ത ഒരേ ഒരാൾ ആ മേയർ മാത്രമാണ്. അങ്ങനെ ഇരിക്കെ ബംഗ്ലാവിൽ രാത്രി എന്തൊക്കെയോ സൗണ്ട് കേൾക്കും. അവിടുത്തെ ജോലിക്കാരെല്ലാം അത് പ്രേതമാണെന്ന് പറയും. എന്നാൽ ബംഗ്ലാവിൻ്റെ മുതലാളിയായ ക്ലാരയുടെ അച്ഛൻ അത് വിശ്വാസം വരില്ല. എന്ത് തന്നെ ആയാലും ഇന്ന് തന്നെ ഞാനത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ക്ലാരയുടെ അച്ഛനും അയാളുടെ സുഹൃത്തായ ഒരു ഡോക്ടറും കൂടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ഹെയ്തി വീടിൻ്റെ ഗേറ്റ് തുറക്കുന്നത് അവർ കാണും. അത് കണ്ട ഡോക്ടർ പറയും, അവൾക്ക് ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന അസുഖമാണെന്ന്. എന്നിട്ട് അവൾ തനിയെ പോയി ബെഡിൽ കിടക്കും. എന്നിട്ട് ഉറക്കത്തിൽ കിടന്ന് മുത്തച്ഛ എന്ന് വിളിക്കും. ഇത് കേൾക്കുമ്പോൾ ഡോക്ടറിന് മനസ്സിലാവും അവൾക്ക് അവളുടെ മുത്തച്ഛനെ മിസ് ചെയ്യുന്നെന്ന്. അതാണ് അവളുടെ അസുഖം. അങ്ങനെ ഡോക്ടർ പറയും, അവളെ തിരിച്ചവളുടെ മുത്തശ്ശൻ്റെ അടുത്ത് കൊണ്ടാക്കണമെന്ന്. ഇതാണ് ഇതിനുള്ള പോംവഴിയെന്ന്. അവളൊരു കൊച്ചുകുട്ടിയാണ്, അവളുടെ മാനസിക നില കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് ഡോക്ടർ ക്ലാരയുടെ അച്ഛനോട് പറയും. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം പറഞ്ഞതും ഹെയ്തിക്ക് ഒരുപാട് സന്തോഷമാകും. എന്നാൽ ഇത് കേട്ട ക്ലാരയ്ക്ക് നല്ല പോലെ ദേഷ്യം വരും. അങ്ങനെ ഹെയ്തി യാത്ര പറയാൻ ക്ലാരയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ റൂമിൽ കയറി കഥ കടയ്ക്കും. അങ്ങനെ ഒരു യാത്ര പോലും പറയാൻ പറ്റാതെ ഹെയ്തി തിരിച്ചു വരുന്ന ഹെയ്തി ഉടനെ തന്നെ ആദ്യം കാണാൻ പോകുന്നത് പീറ്ററിൻ്റെ വീട്ടിലേക്കാണ്. അവൾ കൊണ്ടുവന്ന ഫുഡൊക്കെ അവൾ പീറ്ററിന് കൊടുക്കും. എന്നിട്ട് നേരെ മലമുകളിലുള്ള മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകും. അവളെ കണ്ടതും മുത്തശ്ശന് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ വീണ്ടും അവൾ അവളുടെ സാധാരണ ജീവിതത്തിലേക്ക് കടക്കും. പീറ്ററിൻ്റെ കൂടെ ആടുകളെ മേയ്ക്കാൻ പോകും. മലകളിലൂടെയൊക്കെ ഓടിച്ചാടി നടക്കും. അവൾ എന്നും ക്ലാരയ്ക്ക് കത്തയക്കുമായിരുന്നു. മുത്തശ്ശൻ ഹെയ്തിയെ സ്കൂളിലൊക്കെ ചേർത്തു. അവിടെ ക്ലാസ്സിൽ ഏറ്റവും അടി വാങ്ങുന്നത് നമ്മുടെ പീറ്ററാണ്. ക്ലാസ്സിൽ ഹെയ്തിയോട് ടീച്ചർ ആരാകണമെന്ന് ചോദിക്കുമ്പോൾ ഹെയ്തി എനിക്ക് വലിയ കഥ എഴുതുന്ന ആളാകണമെന്ന് പറയും. ഇത് കേൾക്കുന്നതും എല്ലാവരും ചിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഹെയ്തി കത്തിലൂടെ നമ്മുടെ ക്ലാരയെ അറിയിക്കും. ക്ലാരയാകട്ടെ ഹെയ്തി പോയതിനു ശേഷം മുറിക്ക് പുറത്ത് പോലും ഇറങ്ങാറില്ല. ക്ലാരയ്ക്ക് നല്ല വിഷമമുണ്ട്. അവൾ പോയപ്പം അവൾക്കൊരു യാത്ര പോലും പറയാൻ പറ്റാത്തതിൽ. അതിനുശേഷം കാണിക്കുന്നത് പീറ്ററിനൊപ്പം ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഹെയ്തി നല്ല സന്തോഷത്തോടെ ഓടി വരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ക്ലാര അങ്ങോട്ട് വരുന്നത് കണ്ടാണ് ഹെയ്തി ഇത്രയ്ക്ക് സന്തോഷമായത്. ഹെയ്തി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കും. അങ്ങനെ ഹെയ്തിയുടെ മുത്തശ്ശൻ ക്ലാരയുടെ മുത്തശ്ശിയോട് പറയും, അവളെ കുറച്ച് നാൾ ഇവിടെ നിർത്തിക്കൂടെ, അത് കുട്ടികൾക്ക് നല്ല സന്തോഷമാകും. മുത്തശ്ശി അത് സമ്മതിക്കും. അങ്ങനെ ക്ലാരയും ഹെയ്തിയും വളരെ സന്തോഷത്തോടെ അവരാ വീട്ടിൽ ചിരിച്ച് കളിച്ച് നടക്കും. എന്നാൽ പീറ്റർ ഇതൊന്നും ഇഷ്ടപ്പെടില്ല. അവന് പൊസസീവ് അടിക്കും. അങ്ങനെ പീറ്റർ വന്ന് ക്ലാരയെയും ഹെയ്തിയെയും ആട് മേയ്ക്കാൻ പോകാൻ വിളിക്കും. ക്ലാരയ്ക്ക് കാല് വയ്യല്ലോ, അവളെങ്ങനെ മലയുടെ മുകളിലേക്ക് വരും എന്ന് ഹെയ്തി പറയും. നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പീറ്റർ അവിടുന്ന് പോകും.
ഇത് കണ്ട ക്ലാരയ്ക്ക് മനസ്സിലാകും പീറ്ററിന് അവളെ ഒട്ടും ഇഷ്ടമായില്ലെന്ന്. അങ്ങനെ പീറ്റർ മനസ്സിൽ വിചാരിക്കും, ഇവൾ വന്നതിന് ശേഷമാണ് എൻ്റെ ഫ്രണ്ട് ഹെയ്തി എൻ്റെ അടുത്തേക്ക് വരാത്തത്. അതുകൊണ്ട് ക്ലാരയോടുള്ള ദേഷ്യത്തിൽ പീറ്റർ അവളുടെ വീൽ ചെയർ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് നശിപ്പിക്കും. എന്നിട്ട് അവിടുന്ന് ഓടിപ്പോകും. അടുത്ത ദിവസം നമ്മുടെ മുത്തച്ഛൻ ക്ലാരയും എടുത്തുകൊണ്ട് വന്ന് വീൽ ചെയർ നോക്കുമ്പം അതവിടെ ഒന്നും കാണില്ല. ഹെയ്തി അവിടെ എല്ലാം നോക്കും, എന്നിട്ടും കാണില്ല. അപ്പോൾ തന്നെ മുത്തച്ഛന് കാര്യം മനസ്സിലാകും, ഇത് പീറ്ററിൻ്റെ പണിയാണെന്ന്. അപ്പോൾ തന്നെ മുത്തച്ഛൻ ക്ലാരയും തോളിലാക്കി മലയുടെ മുകളിലേക്ക് പോകും. ഇവർ വരുന്നത് കണ്ടതും പീറ്റർ അവിടെ ഒളിച്ചിരിക്കും. ഉടനെ തന്നെ ക്ലാരയെ അവിടെ ഒരു കല്ലിന് മുകളിൽ ഇരുത്തിയിട്ട് മുത്തച്ഛൻ ഒളിച്ചിരിക്കുന്ന പീറ്ററിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, നീ ഒളിച്ചിരിക്കണ്ട, നീയാണ് ഈ ചെയ്തതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരുന്നവരെ ക്ലാരയെ നീ വേണം നോക്കാൻ എന്ന് പറഞ്ഞ് മുത്തച്ഛൻ അവിടുന്ന് പോകും. അതേസമയം നമ്മുടെ ക്ലാരയുടെ കാലിൽ ഒരു ചിത്രശലഭം വന്നിരിക്കും. അവൾ അതിനെ പിടിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കും. ഇത് കണ്ട ഹെയ്തി അത്ഭുതത്തോടെ ഓടി വന്ന് ക്ലാരയെ നടക്കാൻ സഹായിക്കും. എന്നിട്ട് ഹെയ്തി പീറ്ററിനെ കൂടെ വിളിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ക്ലാരയെ നടക്കാൻ സഹായിക്കും. അവിടെ ഒരു അത്ഭുതം നടക്കും. ഇതുവരെ നടക്കാൻ പറ്റാതെ ഇരുന്ന ക്ലാര പയ്യെ പയ്യെ നടന്നു തുടങ്ങും. ഇതേ സമയം ക്ലാരയെ തിരിച്ചു കൊണ്ടുവരാൻ അവളുടെ അച്ഛനും മുത്തശ്ശിയും തിരിച്ചു വരും. ക്ലാരയുടെ അച്ഛൻ നല്ല ദേഷ്യത്തിലാണ്. നടക്കാൻ പോലും പറ്റാത്ത ഈ ഒരു സ്ഥലത്ത് കാല് പോലും വയ്യാത്ത എൻ്റെ മോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നും പറഞ്ഞു. ഇതും പറഞ്ഞു നോക്കുന്നത് നമ്മുടെ ക്ലാര ഹെയ്തിയുടെ കൈയും പിടിച്ച് നടന്നു വരുന്നതാണ് അയാൾ കാണുന്നത്. ഇത് കണ്ട ക്ലാരയുടെ അച്ഛന് ഒരുപാട് സന്തോഷമാകും. അയാൾ അവളെയും കെട്ടിപ്പിടിച്ച് കരയും. ഇതേ സമയം മുത്തശ്ശി ഹെയ്തിയെ കൊണ്ടുപോയി ഹെയ്തിക്കൊരു നോട്ട് ബുക്ക് ഗിഫ്റ്റായി കൊടുക്കും. ഹെയ്തിക്കത് വളരെ ഇഷ്ടമാകും. അങ്ങനെ ക്ലാരയ്ക്ക് പോകാൻ സമയമായി. അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കും. എന്നിട്ട് ക്ലാര ഹെയ്തിയോട് പറയും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണ് നീ എന്ന് പറഞ്ഞ് ക്ലാര അവരെ യാത്ര പറഞ്ഞു പോകും. ഇത്രയും കഴിയുമ്പോൾ സിനിമ അവസാനിക്കും. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.